have been born again through the living and enduring word of God. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 പത്രോസ് 1:23 ഇന്ന് എടുക്കുന്നത്. വീണ്ടും പുറകോട്ട് പോയിക്കൊണ്ട് ദൈവവചനം ദൈവത്തിൻ്റെ ശ്വാസമാണെന്നും അത് നമ്മളെ ഉപദേശിക്കാനും ഗുണീകരണത്തിനും നല്ല പഠിപ്പീരിനും ദൈവത്തിൽ ആത്മാവിൽ നിറഞ്ഞ് നന്മ ചെയ്യാനുമായിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ നമ്മൾ ഈ വചനം എപ്പോഴും എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചിലപ്പം തർജ്ജനം ചെയ്യുക, അതായത് റിബ്യൂക്ക് ഓർ റിപ്രിമെൻറ്റ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് വചനം എപ്പോഴും ഒരുപോലെ അല്ല ഉപയോഗിക്കുന്നത്. ദൈവശാസ്ത്രീയത്തിനും ഗുണീകരണത്തിനും അല്ല. ചിലയിടത്ത് തർജ്ജനം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ റിബ്യൂക്ക് ചെയ്യണം ദൃഢമായിട്ട്. ഞാൻ അതിവിടെ ഒക്കത്തില്ല, ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ മക്കളും മരുമക്കളും അങ്ങോട്ട് വഴക്കുണ്ടാക്കുക, നമ്മൾ വരയ്ക്കുന്നു ഇതിനപ്പുറത്ത് വന്നത്. നമ്മുടെ പെൺമക്കൾ ചിലപ്പോൾ വഴി തെറ്റിപ്പോകാമെന്ന് വിചാരിക്കുക. നേരിട്ട് പറയുന്നവർ കേൾക്കൂല. നമ്മൾ ആത്മായി പറഞ്ഞു ഞാനൊരു വരയ്ക്കുന്നു, ഇവിടെ അതിര് വരയ്ക്കും, ഇതിനപ്പുറത്ത് ഇവരുടെ കാലുകൾ പോകത്തില്ല, തിരിച്ചിവിടെ കടന്നു വരട്ടെ പറഞ്ഞു നോക്ക്. ആദ്യം കാണുമ്പോൾ ഒക്കത്തില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നടക്കും. അതൊക്കെ ആത്മാവിൻ്റെ ശക്തിയാണ്. നേരിട്ട് പറഞ്ഞ് ഒരു വ്യക്തിയിലും നേരിട്ട് പറഞ്ഞ് നമുക്ക് മാറത്തില്ല. പിന്നെ ഞാനൊരു ചെറിയ പട്ടിക്കുട്ടിയെ വരച്ചിട്ട് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഞാനതിന് ഒരല്പം വെള്ളം കുടിപ്പിക്കാമെന്ന് ഞാൻ നോക്കി ശ്രമിച്ചു. വെള്ളം കുടിക്കത്തേയില്ല ആ സാധനം. അതിന് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒടിച്ച് അതിനെക്കൊണ്ട് അതിൻ്റെ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് കുടിക്കുക ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞു. അതെൻ്റെ അതിൻ്റെ മിഴിച്ചിട്ട് എൻ്റെ മുഖത്തോട്ട് നോക്കിയതല്ല, അതെ ഒരല്പം വെള്ളം അത് കുടിച്ചില്ല. അവസാനം ഞാൻ പറഞ്ഞു ദൈവത്തോട്, ഈ ഒരു പട്ടിയെ വെള്ളം കുടിപ്പിക്കാൻ അറിയാൻ വയ്യാതെ ഞാനാണോ മറ്റുള്ളവരെ മാറ്റാൻ പോകുന്നത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മളെപ്പോലും മാറ്റാൻ. പക്ഷെ ദൈവവചനത്തിന് സാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് വചനം വെച്ച് വരയ്ക്കാൻ പറ്റും. ഇതുവരെ ഒന്നൊരു സമുദ്രത്തിന് അതിര് വരച്ചൊരു ദൈവത്തിന് അതിപ്രബലതയെ പുകഴ്ത്താൻ അറിയാമോ നീ അതിമൂഢൻ. അതായത് ദൈവം ഇതുവരെ ഒരു അതിര് വരച്ച സമുദ്രത്തിന് വെറും മണൽത്തരി കൊണ്ട് സമുദ്രത്തിന് ഇതുവരെ വരാവൂന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഭൂമി കരയും വെള്ളവുമായിട്ട് മാറി നിൽക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ വെള്ളം കയറി മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് നശിപ്പിക്കുന്നതാണ്. പക്ഷേ അതർവൈസ് വാട്ടർ സ്റ്റേസ് ഇൻ ഇറ്റ്സ് പ്ലേസ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വചനത്തിന് ജീവനുണ്ട്. അതിൽ കൂടെ നമ്മൾ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുക എന്നുള്ളത് യോഹന്നാൻ 3 യേശുക്രിസ്തു പറഞ്ഞു. നിക്കോദിമോസ് രാത്രി വന്ന് ചോദിക്കുമ്പോൾ അത് സ്വർഗരാജ്യം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവ് തിരിച്ചു ഇതൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞ് നീ സ്വർഗത്തിൽ നിന്ന് അയച്ച ദൈവത്തിൻ്റെ മാനാന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ മർമ്മം എന്നെ പഠിപ്പിക്കണമേ, സ്വർഗരാജ്യം എങ്ങനെ ലഭിക്കണമെന്നൊക്കെ സാരാംശത്തിൽ അദ്ദേഹം ചോദിച്ചപ്പം ക്രിസ്തു അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നിക്കോദിമോസ്, യു ഹാവ് ടു ബി ബോൺ അഗെയിൻ. നീ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ ആത്മാവ് കത്തിയിട്ടില്ല, ആത്മാവ് ജീവിച്ചിട്ടില്ല. അപ്പം ദൈവം പറയുന്നത് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് അന്തരാത്മാവല്ലേ, നിൻ്റെ നിഗൂഢ അകത്തെ മനുഷ്യനെ ജീവിപ്പിക്കണം. ഞാൻ അയക്കുന്ന വചനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്ന കാര്യസാധ്യത്തിനാണെങ്കിൽ ദാറ്റ്സ് എ വൺ പാർട്ടുള്ളൂ, ഒറ്റ കാര്യം. പക്ഷേ നമ്മൾ അവിടെ ഇവിടെ ഓടുന്നത് നിൽക്കും. ബിക്കോസ് വചനം നമ്മുടെ സമീപസ്ഥമായിട്ട് വേദപുസ്തകത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതെടുത്ത് നമ്മൾ ഉപയോഗിക്കാനാണ് ഞാൻ ഈ പഠിപ്പിക്കുന്നത്. അത് ദൈവം ചെയ്യും, സംശയമില്ല, അത് സത്യമാണ്. ഇത് വചനം നിങ്ങളുടെ ഭവനത്തിൽ വരുമ്പോൾ അത് പ്രവർത്തിക്കുന്ന ശക്തിയോടാണ് കയറി വരുന്നത്. 1 പത്രോസിൻ്റെ വാക്യം ഇങ്ങനെയാണ്, 1:23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം കെടുന്ന ബീജം എന്ന് പറയുന്നത് മനുഷ്യൻ മാവുകൊണ്ട് എന്തെല്ലാം പറയും. നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു അയ്യോ അതൊരിക്കലും പറയേണ്ടിയില്ലായിരുന്നു. ചിന്തിച്ചിട്ടില്ലേ? അത് ഈ ദേഷ്യവും വികാരവും വരുമ്പം എന്താണ് പറയുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചിലർക്കുണ്ടെന്ന്, ചിലർക്ക് നല്ല കൺട്രോളുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ വർത്തമാനം പറയുന്നവർക്ക് ആ ഒരു ബലഹീനതയുണ്ട്. സോ വി ഹാവ് ടു എക്സ്ട്രീംലി കെയർഫുൾ. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മൗനം പാലിക്കാനായിട്ട് നമ്മളെ ദൈവം പഠിപ്പിച്ചെടുക്കണം. അപ്പോൾ കെടുന്ന ബീജം കൊണ്ടല്ലിത്. വചനം ദൈവശ്വാസമാണെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതായത് ഞാനൊരു വോക്കൽ കോഡ് അല്ലെങ്കിൽ വെറും ഒരു പൈപ്പായിട്ട് ദൈവം പറയുന്ന ഒരു
പാത്രമായിട്ട് മാത്രം എന്നെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ കർത്താവ് പറയുന്ന അല്ലാത്ത ഒന്നും പറയത്തില്ല. പിന്നെ യേശു ആ പറഞ്ഞതെന്നും പറഞ്ഞ് ദുഷ്ടാത്മാവ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, യേശു തന്നെയാണോ അത് പറഞ്ഞതെന്ന്. എളുപ്പം പറയുന്നതിലും നല്ലത് ഇച്ചിരി സാവകാശത്തിൽ പറയുന്നതാണ്. ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരാഴ്ച തീരും. എങ്കിലും അറിയുന്നവർ പറഞ്ഞു കൊടുക്കണം, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ മുമ്പിലോട്ട് നോക്കുമ്പോഴേ ഏകദേശം ഈ 1 പത്രോസ്, ഇതൊക്കെ ഇത്ര മനോഹരമായ വാഗ്ദത്തങ്ങളാണ് അതിനകത്ത്. 1 പത്രോസിൻ്റെ ഏകദേശം 1:18 ഇങ്ങനെ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, കണ്ട, നമ്മുടെ നടപ്പ് വ്യർത്ഥമാണ്. നമ്മൾ ഈ മാമൂലി ചൊല്ലി എൻ്റെ അപ്പന്മാരെങ്ങനെയാണ്, എൻ്റെ വീട്ടുകാരെങ്ങനെയാണ്, ഞങ്ങൾ പണ്ട് വലിയ സൗകര്യക്കാരായിരുന്നു, ഇപ്പം അന്ന് എനിക്ക് 50 ജോലിക്കാരുണ്ടായിരുന്നു, സോ വാട്ട്, അത് അന്നകാലത്ത് അത് കഴിഞ്ഞെന്നേ. ഇന്ന് കാലത്ത് എവിടെയാണ് അതെല്ലാം? അത് ജഡീക ശക്തിയെക്കുറിച്ച് നമ്മൾ വിളിച്ചു പറയുന്നു. എൻ്റെ വീട്ടിൽ ആനയുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുതിര ഉണ്ടായിരുന്നു, അതൊക്കെ ജഡീക കാര്യങ്ങൾ. പക്ഷേ ഹൗ മച്ച് ആർ യു ഇൻ പവർ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ തലമുറകളായിട്ട് പാസ് ചെയ്യാൻ ദൈവം നമുക്ക് തന്നിട്ട് കൊടുത്തിട്ടുണ്ടോ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന. അപ്പം നമുക്കൊരു വീണ്ടെടുപ്പ് ആവശ്യമുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒരു വീണ്ടെടുത്തിട്ട് വീണ്ടെടുത്തിരിക്കുന്ന പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടല്ലോ എന്ന് നിങ്ങൾ അറിയണം. അപ്പം കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മൾ വില കൊടുത്തു വാങ്ങിക്കാനൊക്കത്തുള്ളൂ. ഒരു മനുഷ്യനെ വില കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കൊച്ചിനെ പോലും ഒരാൾക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അവർ വളർത്തിക്കൊണ്ടിരിക്കുക, അവരവരുടെ കുഞ്ഞായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളതിനെ തിരിച്ചെടുക്കണമെങ്കിൽ അവർ തിരിച്ചു തരൂല, അവർക്ക് അവരുടെ കുഞ്ഞായി മാറിയത്. പിന്നെ ദി ഒൺലി വേ ഈസ് ദാറ്റ്, ചിലപ്പം അവർക്ക് സൗകര്യക്കുറവുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്വാധീനിക്കാൻ നോക്കും, പണം കൊടുത്തും മറ്റു തരത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹം കൊണ്ട് വശീകരിക്കാൻ നോക്കും. ഇതൊക്കെ നമ്മൾ ചെയ്താലും കർത്താവ് പറയുന്ന വീണ്ടെടുപ്പിൻ്റെ ഒരു വിലയുണ്ട്. വീണ്ടെടുപ്പിനൊരു വിലയുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ വില എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ രക്തമാണ് കൊടുത്തത്. അത് സ്വർണം കൊണ്ടോ പണം കൊണ്ടോ അല്ലെങ്കിൽ തങ്കം കൊണ്ടോ അളന്നു നോക്കാൻ ഒക്കൂല. വി കനോട്ട് മെഷർ ഇറ്റ്. ആ വലിയ സമ്പത്താവുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പുത്രൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ മറുവിലയായിട്ട് വാങ്ങിച്ചു എങ്കിൽ അതിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. അത് ആത്മാവിലുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അല്ലാതെ നീ അങ്ങോട്ട് മാറി നിൽക്കുക, ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ആരും പോയിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിശ്വാസവീരന്മാരായി തീരണമെങ്കിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം. എനിക്കറിയണം, അതായത് ഞാൻ പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം എന്നെ ദൈവാത്മാ പഠിപ്പിച്ചതാണ്. അതായത് വലതുഭാഗത്തെ കള്ളൻ കർത്താവിനോട് രക്ഷിക്കപ്പെടാനായിട്ട് ചോദിക്കുമ്പോഴേ എൻ്റെ മനസ്സ് പറയുന്നത് ആ മനുഷ്യൻ്റെ മേലെ അല്പമെങ്കിലും കർത്താവിൻ്റെ ചൂട് രക്തം വീണാണ്. ഇത് പോസിബിലിറ്റി, വേറെ ആരുടെ മേലും വീഴാൻ സാധ്യതയില്ല. ആ ഒരു തുള്ളി രക്തം വീണപ്പോൾ കള്ളനെ മാനസാന്തരപ്പെട്ടിട്ട് പറയുന്നതാണ്, ദൈവമേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമെന്ന്. ആ ഒറ്റ പറച്ചിലോടുകൂടി കള്ളൻ്റെ പാപത്തെ ക്ഷമിച്ചിട്ട് വീണ്ടെടുക്കുന്ന രക്തം കൊണ്ട് നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലിരിക്കുക, അതായിരിക്കണം. അപ്പം നമ്മൾ വീണ്ടും ജനനമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ബോട്ട് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതുതന്നെയാണ് തിരുശരീരവും തിരുരക്തവും നമ്മൾ അനുഭവിക്കുന്നത്. കർത്തൃമേശ എടുക്കുന്നതെന്ന് സഭക്കാർ പറയും, പിന്നെ മെയിൻ ലൈൻ ചർച്ചസ് പറയും, കുർബാന അനുഭവിക്കും. ഇതിലെല്ലാം കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്നു. അപ്പച്ചൻ അത് ചെയ്തു കഴിഞ്ഞു എന്ന് ക്രൂശിൽ വെച്ച് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്. അതിൻ്റെ ഓർമ്മയെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? അത് ചെയ്തതിനെ എന്നെ പുതുക്കി ഓർപ്പിച്ചിട്ട് ഞാൻ ക്രിസ്തുവിലായി എന്ന് പറയുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരികയാണ്. ഇതൊരു പാസ്റ്റ് ടെൻസിൽ കാണാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളത്. നമ്മളെ ഓൾറെഡി വി ഹാവ് ബീൻ വിശ്വാസികളോട് മാത്രമേ പറയുന്നത്, വി ഹാവ് ബീൻ റിഡീംഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാണ്. ഈ വീണ്ടെടുക്കപ്പെട്ട മക്കളെ വളർത്തിയെടുക്കാൻ വലിയ ചുമതലയുണ്ട്. അതുകൊണ്ടാണ് മെയിൻ ലൈൻ ചർച്ചസ് ഒന്നും പുറത്തുനിന്നുള്ള ആളുകൾ അത് എടുക്കുന്നില്ല. ബിക്കോസ് അവർ ഉള്ള ആടുകളെ എങ്ങനെയും അവരെ കുടുംബമായിട്ട് വളർത്തും. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ്സ് ദെയർ കോളിങ്. എന്നാൽ മറ്റ് സഭകൾ പുറത്തുനിന്നുള്ളവരെ, അന്യജാതി എന്നുള്ളവരെ എടുക്കാറുണ്ട്. അത് അവരുടെ കോളിങ്. ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയുന്നത് നമുക്കെന്ത് അവകാശം? ഓരോരുത്തരോട് ദൈവമാണ് പറയേണ്ടത്. നമ്മളെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ജീവൻ്റെ ആത്മാവ് വീണ്ടും ജനനമെന്ന് പറയുമ്പോഴേ എങ്ങനെ സാധിക്കുമെന്ന് മനുഷ്യൻ്റെ മനസ്സിന് മനസ്സിലാകത്തില്ല. പക്ഷെ ക്രിസ്തു വ്യക്തമായിട്ടും വീണ്ടും ജനനം ക്രിസ്തുവിൻ്റെ രക്തത്താലേ ആണെന്നും നിക്കോദിമസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചാലേ സ്വർഗരാജ്യം ലഭിക്കത്തുള്ളെന്നും കർത്താവ് പറയുന്നുണ്ട്. നീ വെള്ളത്താലും ആത്മാവിനാലും തീയാലും, വെള്ളത്താലെ യോഹന്നാൻ സ്നാപകൻ വീണ്ടെടുക്കാൻ ശ്രമിച്ചു, എന്നാൽ യേശു ക്രിസ്തു വന്നപ്പോൾ ആത്മാവിനാലും കർത്താവിൻ്റെ രക്തം കൊണ്ടും വാങ്ങിച്ചെടുത്തു.
അത്രമാത്രം വില കൊടുത്തു ഞങ്ങളെ വാങ്ങിച്ചെന്നും ഞങ്ങൾക്കൊരു വിലയുണ്ട് അപ്പച്ചൻ്റെ ക്രൂശിൻ്റെ ചുവട്ടി നിൽക്കുമ്പോൾ. അവിടെ നിന്നാണ് ആ പ്രകാശം നമ്മുടെ മേലോട്ട് ഉദിക്കുന്നത്. ആ പ്രകാശം ഇപ്പോൾ അടിയൻ്റെ മേലും കേൾക്കുന്നവരുടെ മേലും മക്കളുടെ മേലെ ഭർത്താക്കന്മാരുടെ മരുമക്കളുടെ മേൽ കൊച്ചുമക്കളുടെ മേലെ ഞങ്ങൾ അയക്കുക അപ്പച്ച, അയക്കുന്നു. അയക്കുക എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് കൊണ്ടേക്കത്തുള്ളൂ. അയക്കുക എന്ന് പറയുമ്പോൾ അത് ദൂതന്മാർ ഏറ്റെടുത്തുകൊണ്ട് പോകും. പല ദൂതന്മാർക്കും ജോലിയില്ല അപ്പച്ച. അതുകൊണ്ട് ഞങ്ങൾ പറയുക, രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുള്ള മക്കൾ ഈ വചനം കേൾക്കട്ടെ. അവിടെയെല്ലാം ഈ ചാനൽ തുറന്നു കൊടുക്കുക. അനേകർ പല പ്രാവശ്യം കേട്ട് ഹൃദയത്തിലാക്കി വെച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് ജീവിച്ചിരിക്കുമ്പോൾ വരുത്തണം. നിക്കോദിമസിനോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ആ ഒരൊറ്റ സംസാരം കൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് അടക്കാൻ സമയത്ത് നിക്കോദിമോസിൻ്റെ സാന്നിധ്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. സ്വർഗം അത് അംഗീകരിച്ചായിട്ടാണ് അപ്പോൾ അവിടെ കാണുന്നത്. അതുപോലെ തന്നെ എത്രയോ പേര് പുറമേ കാണുമ്പോൾ നമുക്ക് തോന്നും അവരായിട്ടില്ലെന്ന്. പക്ഷേ അവരുടെ അന്തരാത്മാവ് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച് നിത്യമായ രക്ഷയ്ക്ക് പ്രാപ്തരാകുന്നത് കാണാം. എന്നാൽ വിശ്വാസികളാകുന്ന നമ്മൾ ഒരിക്കൽ നമ്മൾ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ വളർച്ച പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് കർത്താവേ. അത് ഞങ്ങളെ വളർത്തി നീയാകുന്ന ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ നീ ആഗ്രഹിക്കുന്നു കർത്താവേ. അതുതന്നെ നീ പറയുന്നുണ്ട് കർത്താവിൻ്റെ മനസ്സുള്ളവരായി മാറും. ഈ മൂടുപടം മാറട്ടെ അപ്പച്ചേ. മൂടുപടം മാറിയിട്ട് ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങിച്ചതാന്നുള്ള ബോധ്യത്തോടെ ആ അടിമത്വത്തിൻ്റെ ആ സ്പിരിറ്റിനെ ഒടിച്ചു മാറ്റിയത് അത് നമുക്ക് ഒടിച്ച് കളഞ്ഞല്ലോ അപ്പച്ച. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും ഈ സ്വാതന്ത്ര്യമായ സ്നേഹത്തിലേക്ക് കടന്നു വന്നിട്ട് ഒട്ടി നിന്ന് എൻ്റെ വചനത്തോടും നിന്നോടും ഒട്ടി നിന്ന് ഇങ്ങനെ സ്നേഹിച്ച് കഴിയുമ്പോൾ വചനം അനുസരിക്കുന്ന പ്രയാസമല്ല. അങ്ങനെ ഞങ്ങളെ അനുസരിപ്പിക്കുന്ന സ്നേഹത്തിന് ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ നയിക്കുന്നതിന് സ്തോത്രം. കുഞ്ഞാടുകളെ നിൻ്റെ തോളയിലും ഞങ്ങളെയൊക്കെ പാർശ്വത്തിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് നീ കൊണ്ടുവന്ന് ചിറകിൻ്റെ കീഴിൽ നിർത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.